ഒരുപാട് പേര് യാത്ര ചെയ്ത ആളുകളുടെ എക്സ്പീരിയൻസുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ഞങ്ങളെ അറിയിക്കണം. ഇത് ഓൾമോസ്റ്റ് ഒരു 75,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. തിരിച്ചു വരുമ്പോൾ 1 lakh അടുത്ത് എത്തും. ഹൈദരാബാദ് തെലങ്കാന, നാഗ്പൂർ മഹാരാഷ്ട്ര. ഓൾമോസ്റ്റ് 5 seconds വണ്ടി 100 ഹിറ്റ് ചെയ്തു. കേരള ടു സിക്കിം. ഹലോ ഗേസ്, വെൽക്കം ടു ദ ചാനൽ ദ ഇന്ത്യൻ വോയേജർ. ദ ഇന്ത്യൻ വോയേജർ എന്ന ഒരു ന്യൂ ചാനലാണ്. ആക്ച്വലി ഇന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 0 subscribers ആണ്. ഈ പേജിന്റെ സ്റ്റാർട്ടപ്പ് തന്നെ ഞങ്ങൾ ഒരു നോർത്ത് ഇന്ത്യൻ ട്രിപ്പാണ് ഉദ്ദേശിക്കുന്നത്. വേറെ എങ്ങോട്ടും അല്ല. ഇപ്പം നല്ല ചൂടുള്ള കേരളത്തിലെ ഈ കാലാവസ്ഥയിൽ നിന്ന് മഞ്ഞ് പെയ്യുന്ന സിക്കിമിലേക്ക്. ഇന്ന് ഡേറ്റ് മെയ് 10th ആണ്, സൺഡേ. നാളെ മോർണിംഗ്, നാളെ രാവിലെയാണ് ഞങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇൻട്രോ വീഡിയോ ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വണ്ടിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ഈ ട്രാവലിങ്ങുമായി ബന്ധപ്പെട്ടതെല്ലാം ചെയ്തു. അതുപോലെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു യാത്ര. ഒരു ഇന്റർനാഷണൽ ട്രിപ്പിനേക്കാളും ഒരു ഇന്ത്യൻ പര്യടനം എന്ന് പറയുമ്പോൾ മണിക്കൂറുകൾ ഇടവിട്ട് നമുക്ക് വ്യത്യസ്തതകൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാത്രയായിരിക്കും. എന്ന് വെച്ചാൽ ലാംഗ്വേജ്, സ്റ്റേറ്റ്, ഫുഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ടൈം ടു ടൈം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 13 സ്റ്റേറ്റ് കവർ ചെയ്യുന്നുണ്ട്. അത് പോകുന്നത് ഫസ്റ്റ് തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന, അതിനുശേഷം മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, സിക്കിം. തിരിച്ചു വരുമ്പം ഒരു സ്റ്റേറ്റ് കൂടെ അഡീഷണൽ കവർ ചെയ്യുന്ന ഒഡീഷയാണ്. അങ്ങോട്ട് പോകുന്നത് NH-44 വഴിയാണ്, സെൻട്രൽ ത്രൂ പോകുന്നു. തിരിച്ച് നോർത്ത് ഈസ്റ്റ് വഴി കോസ്റ്റൽ വേയിലാണ് തിരിച്ചു വരുന്നത്. ഒരു സർക്കിൾ ട്രിപ്പാണ്. ഇതിൽ മറ്റു കാര്യങ്ങൾ ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് എടുത്ത തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ്? കാരണം ഉദ്ദേശിക്കുന്നത് ഇതുപോലൊരു യാത്ര പ്ലാൻ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങൾ, പ്രിപ്പറേഷൻസ്. അപ്പം ഞാൻ ഒത്തിരി കാര്യങ്ങൾ സർഫ് ചെയ്തപ്പം കുറേ ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടി. പലയിടത്തു നിന്നും കളക്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പ്രിപ്പറേഷൻസ് നടത്തിയിട്ടുള്ളത്. പല കാര്യങ്ങളും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു വാഹനം നോക്കണം. ഇപ്പോൾ 4x4 ആണ് വണ്ടിയെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതായിരിക്കും. കാരണം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത ടെറൈനുകളൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ പോകുന്നത്. അതുപോലെ റോഡുകളുടെയൊക്കെ വർക്കുകൾ നടക്കുന്നത് കാണും. റോഡ് ക്ലിയറൻസ് ഒക്കെ ഉള്ള വാഹനങ്ങളാണെങ്കിൽ എളുപ്പമായിരിക്കും. ഒരു 18 inch അലോയ് ടയേഴ്സ് ഉള്ള വണ്ടിയൊക്കെ ആണെങ്കിലായിരിക്കും ചൂസ് ചെയ്യാനായിട്ട് നല്ലതെന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നുള്ളൂ. ഒരുപാട് പേര് യാത്ര ചെയ്ത ആളുകളുടെ എക്സ്പീരിയൻസുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ഞങ്ങളെ അറിയിക്കണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ പ്രിപ്പറേഷൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഫുഡ് കാര്യങ്ങളൊക്കെ എല്ലാം പുറത്തുനിന്ന് തന്നെയാണ്. സ്റ്റേ ഒരു 3 daysനുള്ള അക്കോമഡേഷൻസ് ബുക്ക് ചെയ്തിട്ടാണ് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. കാരണം നമ്മുടെ റണ്ണിങ് ടൈം ലാഗ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. വണ്ടിക്ക് എന്തെങ്കിലും പഞ്ചറോ ബ്രേക്ക് ഡൗൺസോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 3 ദിവസം അഡ്വാൻസ് ചെയ്ത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ് ടു ഹൈദരാബാദ് വരെയുള്ള അക്കോമഡേഷനാണ് ഞങ്ങൾ ആദ്യമേ ബുക്ക് ചെയ്യുന്നത്. ഫുഡ് ഒബിയസ്ലി പുറത്തുനിന്ന് കഴിച്ച് തന്നെ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നു. ബട്ട് ഞങ്ങൾ ചെറിയൊരു കുക്കിംഗ് കിറ്റ് എടുത്തിട്ടുണ്ട്, ഗ്യാസ് കാര്യങ്ങൾ. കാരണം 2-3 ദിവസം കൂടുമ്പോൾ ഇച്ചിരി കഞ്ഞിയൊക്കെ കുടിക്കുക എന്ന് പറയുമ്പോൾ ഒരു സുഖമാണല്ലോ. അപ്പോൾ ഞങ്ങൾ റോഡ് സൈഡിൽ എവിടെയെങ്കിലും നല്ല സ്പേസ് ഉള്ളിടത്ത് ഒരു ചെറിയ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് കുക്കിങ്ങൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ മെഡിക്കൽ കിറ്റ്, പല ആവശ്യങ്ങളിൽ നമ്മൾ മസിൽ റിലാക്സർ, ഫീവർ, ഹെഡേക്ക്, ഗ്യാസ് ട്രബിൾസ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെഡിക്കൽ കിറ്റ്സ് എടുത്തിട്ടുണ്ട്. വണ്ടിയുടെ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് ഇത് ഓൾമോസ്റ്റ് ഒരു 75,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. തിരിച്ചു വരുമ്പോൾ 1 lakh അടുത്ത് എത്തും. അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് എല്ലാം നടത്തിയിട്ടുണ്ട്. ടയർ, ഓഫ് റോഡ് ടയേഴ്സ്, ഓൾ ടെറൈന് 255 ഞങ്ങൾ 285 വൈഡായിട്ടുള്ള ടയർ മാറ്റിയിട്ടുണ്ട്, ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇന്നലെ ചെക്കപ്പിന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഈ പറഞ്ഞ ഗിയർ ബോക്സിൻ്റെ റീലേക്ക്, ഷോക്ക് അബ്സോർവർ ചേഞ്ച് ചെയ്തു, ഡിസ്ക്, ബ്രേക്ക് ഡിസ്ക് 2 മാറ്റി, പാടി മാറ്റി. അങ്ങനെ ഓവറോൾ ചെക്കപ്പും വണ്ടിയുടെ കണ്ടീഷൻസ് എല്ലാം ആക്കി. എല്ലാം ഓൾമോസ്റ്റ് 50% ഹാഫ് പെർഫോമൻസിൽ നിന്നാണ്. പക്ഷേ യാത്രയുടെ കാരണങ്ങൾ കൊണ്ട് ഓൾമോസ്റ്റ് 40,000 rupeesന്റെ വണ്ടിയുടെ ചേഞ്ചസ് പേഴ്സ് നമ്മൾ കമ്പനിയിൽ നിന്ന് തന്നെ ചെയ്തു. അത് പലതും വാറണ്ടി തന്നെ നമുക്ക് കവറായി, അണ്ടർ വാറണ്ടിയിലുള്ള വാഹനമായതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്, ഏത് വാഹനമായാലും അതിൻ്റെ ഫിറ്റ്നസ് നിങ്ങൾ ഉറപ്പുവരുത്തുക. പിന്നെ ഇൻസൈഡിൽ നമുക്ക് കൺവീനിയൻസിന് വേണ്ടിയിട്ട് കുറേ ആക്സസറീസുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് കാണിക്കാം. പിന്നെ ഞങ്ങൾ സ്റ്റിക്കർ വർക്കുകളൊക്കെ ചെയ്തു. അത് പോകുന്ന റൂട്ടുകളെല്ലാം ഒന്ന് കാണിക്കാം. 11 ലൊക്കേഷൻസ്, ഞങ്ങൾ 11 ഹോൾഡ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് 11 സ്റ്റേറ്റിൽ. ഫസ്റ്റ് നമ്മൾ ചെല്ലുന്നത് സേലമാണ്, അതിനുശേഷം ബാംഗ്ലൂര്, പിന്നെ അനന്തപൂർ ആന്ധ്രയിലാണ്, ഹൈദരാബാദ് തെലങ്കാന, നാഗ്പൂർ മഹാരാഷ്ട്ര, ജബൽപൂർ മധ്യപ്രദേശ്, വാരണാസി UP, പാറ്റ്ന ബീഹാർ, സിലിഗുറി വെസ്റ്റ് ബംഗാൾ,
ഡാർജിലിംഗ്, വെസ്റ്റ് ബംഗാൾ, അതുപോലെ ഗാങ്ടോക്ക്, ക്യാപിറ്റൽ ഓഫ് സിക്കിം, അവിടെ കൊണ്ടാണ് ഞങ്ങളുടെ യാത്ര അവസാനിപ്പിക്കുന്നത്. ഫ്രണ്ടിൽ ഞങ്ങൾ കേരള ടു സിക്കിം സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തു. അപ്പോൾ വണ്ടി നല്ല നല്ല കണ്ടീഷനിൽ ഇട്ടിരിക്കുന്നു. അതുപോലെ ടയർ ഇതാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇത് റോഡ് ക്രൂസയുടെ ഇമ്പോർട്ടഡ് ടയറാണ്. മീൻസ് അത്ര റെക്കമെൻഡ് ചെയ്യുന്നൊരു ടയറല്ല. ഈ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇമ്പോർട്ടഡ് അപ്സൈസ്ഡ് ടയർ ആണെങ്കിൽ ഓൺ ആൻഡ് ഉള്ളി ടയർ ഇറ്റ്സ് അവൈലബിൾ വിത്ത് എ ഗുഡ് ഗ്രിപ്പ് ആൻഡ് ഡിസൈൻ പാറ്റേൺ. ഇറ്റ്സ് BF Goodrich. അതിന്റെ കോസ്റ്റ് ഒരു പീസിന് ഏതാണ്ട് 30,000 രൂപ എടുത്ത് ഇപ്പോൾ കോസ്റ്റ് ആകുന്നുണ്ട്. അത് ഏകദേശം ഒരു 13,000 രൂപ ഒരു ടയറിന് വന്നിരിക്കുന്നത്. 65,000 എല്ലാ ടയറും നമ്മൾ മാറി. അപ്പോൾ 285 18/16 ആണ് ടയറ്. പിന്നെ മറ്റൊരു കേസ്, നമ്മൾ സ്പേസർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ചെക്കപ്പിന് ചെന്നപ്പം സ്പേസേഴ്സ് എല്ലാം നമ്മൾ റിമൂവ് ചെയ്തു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലോങ് റൈഡിൽ കാണാൻ നല്ല ലുക്കായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, ലോങ് റൈഡിൽ റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്നവർ പറഞ്ഞു. മാത്രമല്ല ഡ്രൈവിന് ഒരു കംഫർട്ടും കുറയാൻ സാധ്യത കണ്ടതുകൊണ്ട് സ്പേസേഴ്സ് നമ്മൾ ഊരി. പിന്നെ തിരിച്ചു വന്നിട്ട് നമ്മൾ സ്പേസേഴ്സ് ഇടുന്നുള്ളൂ. പിന്നെ ഇത് നമ്മുടെ റൂട്ട് മാപ്സ് എല്ലാം നമ്മൾ ഓരോ സ്റ്റേറ്റിൻ്റെ ഓഫ്ലൈൻ എടുത്തിട്ടുണ്ട്. ഇത് ഓൾ സ്റ്റേറ്റ്സിൻ്റെയാണ്. നമ്മൾ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്ത് സിക്കിമിൽ അവസാനിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ റൂട്ട് ഇങ്ങനെ ബാംഗ്ലൂർ വഴി ഹൈദരാബാദ് ഇങ്ങനെ പോയി, ഇങ്ങനെയാണ് പാട്ന വഴി നമ്മൾ വെസ്റ്റ് ബംഗാൾ കയറി ഗാങ്ടോക്ക് ചെല്ലുന്നത്. തിരിച്ചു വരുന്നത് നമ്മൾ വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഇത് ഒഡീഷയാണ്, ഭുവനേശ്വർ വഴി ആന്ധ്ര, കർണാടക, തമിഴ്നാട് 5 സ്റ്റേറ്റ് കവർ ചെയ്ത് നമ്മൾ തിരിച്ചെത്തും. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ട്രിപ്പ് റൂട്ട് വരുന്നത്. പിന്നെ ഓരോ സ്റ്റേറ്റിൻ്റെ ഓഫ്ലൈൻ മാപ്സ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. നമുക്കത് വളരെ ആവശ്യം വരും. പിന്നെ ഓരോ സ്റ്റേറ്റിലും ഓരോ ദിവസം വെച്ച് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഓരോരോ ചെക്ക് ലിസ്റ്റുകളുണ്ട്. അത് ഓരോ പേപ്പേഴ്സിൽ നോട്ട് ചെയ്ത് പോകാനായിട്ടാണ്. വണ്ടിയുടെ ചെക്കപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഇതിനകത്ത് തന്നെ ഞങ്ങളെല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് നോക്കുക. എവിടെയാണ് വണ്ടിക്ക് സർവീസ് സെൻറ്റേഴ്സ്, മഹീന്ദ്രയുടെ ഒഫീഷ്യൽ സർവീസ് സെൻറ്റേഴ്സ് എവിടെയാണ്, എയർപോർട്ട്സ്. കാരണം വൈഫ് നീന എൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പം കുട്ടികൾ ഇവിടെ ഞങ്ങൾ മെയ്ഡിനെയൊക്കെ ഏൽപ്പിച്ച്, മമ്മിമാരെ പേരൻസിനെയൊക്കെ ഏൽപ്പിച്ചാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പം എല്ലാവരും ചോദിച്ചിരുന്ന 2 ചോദ്യങ്ങളായിരുന്നു. എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങൾ. ഇത് രണ്ടുമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ യാത്രകൾ പ്ലാൻ ചെയ്യുമ്പോൾ എല്ലാവരെയും പിന്നോട്ട് വലിക്കുന്നത്. അതിനെപ്പറ്റി ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അതൊക്കെ ഞങ്ങൾ മാനേജ് ചെയ്തിട്ട് ഈ യാത്ര പോകുന്നതെന്ന്. പോകുന്ന എല്ലാ സ്റ്റേറ്റിൻ്റെയും മാപ്സ് ഞങ്ങൾ ഓഫ്ലൈൻ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അതിന് ആവശ്യങ്ങൾ വരും. അതെല്ലാം ഞാൻ വീഡിയോസിൽ ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നതായിരിക്കും. ഇപ്പോൾ ലഗേജസ് ഒന്നും ലോഡ് ചെയ്തിട്ടില്ല. ഈ ഒരു പോർഷനിൽ ഞങ്ങൾ ഫുഡ് ഐറ്റംസ്, മിനിയേച്ചർ കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇപ്പം ചെറിയ റവ, ഉപ്പുമാവ്, ഗോതമ്പ് ദോശ, അതുപോലെ കഞ്ഞി, ഓട്സ്, സ്മൂത്തി ഷേക്സ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറൊക്കെ, അതൊക്കെ. മെജോറിറ്റി ഫുഡ് ഞങ്ങൾ പുറത്തു തന്നെയാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. ബട്ട് ഒരു ചേഞ്ചിന് എപ്പോഴും നമുക്ക് ഒരു ഇതായിരിക്കില്ല. അതുകൊണ്ട് ഒരു മിനിയേച്ചർ കിച്ചൺ ഞങ്ങളിത് ഒരു 5 kg ഗ്യാസ് എല്ലാം കൊണ്ടുപോകുന്നുണ്ട്. അത് ഈ ബാക്ക് സൈഡിൽ നമ്മൾ ഫിറ്റ് ചെയ്യുന്നു. ബാക്കി ലോഡിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കാണിക്കാം. ബാക്കി ഞങ്ങളുടെ ലഗേജസ് എല്ലാം ഇവിടെയാണ് ഞങ്ങൾ ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഫുഡ് ഐറ്റംസും. സോ ഇതാണ് അതിൻ്റെ കാര്യങ്ങൾ. വണ്ടിയുടെ ഇൻസൈഡിൽ ചെറിയ ചെറിയ എക്സസറീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ ഈ ഗ്രാബ് ഹാൻഡിൽ, ഇതിപ്പോൾ പുതിയ ലേറ്റസ്റ്റ് മോഡൽ വണ്ടി വരുന്നതിലുണ്ട്. ഇത് 3rd ജനറേഷൻ ഇനിഷ്യൽ 2022 മോഡലാണ് വണ്ടി. അപ്പോൾ അതിലൊന്നുമില്ല. പുതിയ വണ്ടികൾക്കൊക്കെ ഈ മോഡൽ സെയിം 3 ഡോറിൽ തന്നെ ഗ്രാബ് ഹാൻഡിൽസ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് പിടിച്ച് കയറാനായിട്ട് ഇച്ചിരി ഹൈറ്റുള്ള വണ്ടിയായതുകൊണ്ട് പ്രത്യേകിച്ച് പ്രായമുള്ളവർക്കൊക്കെ ഈ ഒരു ഗ്രാബ് ഹാൻഡിൽ വേണം. അപ്പം നമുക്ക് അകത്തോട്ട് കയറാനായിട്ട് എളുപ്പമുണ്ട്. പിന്നെ ചെയ്ത കുറച്ച് കാര്യങ്ങൾ, എപ്പോഴും ട്രാവലിംഗ് ആണ്, ഫോൺ ആക്സസ്, ഗൂഗിൾ മാപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വണ്ടിയിലേക്ക് എടുക്കാമെന്ന് പറഞ്ഞാലും നമ്മൾ ഫോണിൻ്റെ 2 ഹോൾഡേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇതിന് ഓൾമോസ്റ്റ് 1,400 രൂപയായി. ഈ ഗ്രാബ് ഹാൻഡിൽ വന്നേക്കുന്നത് ഇതിന് 6,000 റുപ്പീസ് 2 സൈഡിലും കൂടെ. പിന്നെ അവിടെയും ഫോണിൻ്റെ ടിവേഴ്സ് കോ ഡ്രൈവർക്കും കൊടുത്തിട്ടുണ്ട്, ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വരുമ്പോൾ ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻസ് ഒന്നും ഇല്ലല്ലോ. അല്ല, ഇതൊരു വൈഡ് ആംഗിൾ IRVM ആണ്, ഇൻസൈഡ് റിയർ വ്യൂ മിറർ. ഇതൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ വിഡ്ത്തിൽ നമുക്ക് വണ്ടിയുടെ ബ്ലൈൻഡ് സ്പോട്ട് ഉൾപ്പെടെ എല്ലാം അതിനകത്ത് വിസിബിൾ ആണ്. വണ്ടിക്കകത്തിരിക്കുന്ന ആളുകളെ മുഴുവൻ നമുക്ക് കാണാം. അതുപോലെ നമ്മുടെ പുറകിലുള്ള ബ്ലൈൻഡ് സ്പോട്ടിലുള്ള ഈ 3 മിറർ വഴി ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വണ്ടികളും പുറകെ വരുന്ന വണ്ടികളെല്ലാം നമുക്ക് ഡിറ്റക്റ്റഡ് ആണ്. താറ് അറിയാവുന്നവർക്കറിയാം,
ഓൾമോസ്റ്റ് 21 lakhs വണ്ടിയാണ്. പക്ഷേ എൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് ഫീച്ചേഴ്സ് ആൻഡ് കൺവീനിയൻസസ് വളരെ കുറവാണ്. ആക്ച്വലി അത് അതിനകത്ത് ഒരു പരാതിയില്ല. കാരണം വെച്ചാൽ നമുക്ക് ആ ഒരു പർപ്പസ് അല്ല, ഇതൊരു ഓഫ് റോഡ് നേച്ചറുള്ളൊരു വണ്ടിയാണല്ലോ. മാക്സിമം സെൻസേഴ്സും കാര്യങ്ങളും കേബിൾസും ഒക്കെ കുറയ്ക്കുക എന്നുള്ള പർപ്പസാണ്. ഫോണൊക്കെ വെക്കാനുള്ള സൗകര്യങ്ങൾ കുറവിന് ഞാൻ ഒരു റബ്ബറിൻ്റെ ഒരു ഗ്രിപ്പ് പാഡ് ഇട്ടിട്ടുണ്ട്. ഒരു 2 ഫോണൊക്കെ വരെ അത്യാവശ്യം ഇവിടെ നമുക്ക് വെക്കാം. ഒരു 4 ഫോൺ അവിടെ വെക്കാം. പിന്നെ ഇവിടെ കുറച്ച് അത്യാവശ്യം സാധനങ്ങൾ, ഇതിപ്പോൾ ഗ്ലാസിൻ്റെ 2 അതൊക്കെ നമുക്ക് ഡോസിനകത്തൊക്കെ വെക്കാം. ഇവിടെ അത്യാവശ്യം ചാർജ് ചെയ്യേണ്ട ഫോണുകൾ മാത്രം നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. ഓൾറെഡി നമുക്ക് ചാർജിങ്ങിനൊരു പോർട്ടുണ്ട്, സി ടൈപ്പ് ഉണ്ട്, അതുകൂടാതെ ഓക്സ് ഉണ്ട്. കൂടാതെ ഞാൻ സിഗരറ്റ് ലൈറ്ററിൻ്റെ അവിടെ യൂണിറ്റ് കേബിൾസ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഒരു 2 സി ടൈപ്പും ഒരു ഫ്ലാറ്റും ഉണ്ട്, കേബിൾസ് ചാർജ് ചെയ്യാം. ഓൾമോസ്റ്റ് 1, 2, 3, 4 ഫോൺസ് അറ്റ് എ ടൈം ഇപ്പം നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് ഇൻസ്റ്റൈനൊക്കെ ചെയ്തിരിക്കുന്നത്. അത് കൂടാതെ അഡീഷണൽ അതേ തന്നെ ആ അഡാപ്റ്ററിൽ തന്നെ സി ടൈപ്പ് വേറെ ഒരെണ്ണം കൊടുക്കാം. അപ്പം 3, 4, 5 ഫോൺസ് നമുക്ക് ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആക്സസറി സൈഡിലൊക്കെ ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ. പിന്നെ പെർഫോമൻസിന് വണ്ടി റീമാപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ പൊതുവെ എല്ലാവർക്കും അറിയാമല്ലോ. റീമാപ്പിന് പകരം ഡീസൽട്രോണിക്സ് എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്തിട്ടുണ്ട്. പിന്നെ ആപ്പ് ഗോഡ് ബൂസ്റ്റ് എന്ന് പറയുന്ന ആപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മളത് കൺട്രോൾ ചെയ്യുന്നത്. ഇത് ബ്ലൂടൂത്ത് വഴിയാണ് കണക്ട് ചെയ്യുന്നത്. നമ്മൾ ചെയ്തിരിക്കുന്ന ഡിവൈസ് ഇത് ഇവിടെ കാണാം. ഇത് ഫ്യൂൾട്രോണിക്സ് എന്ന് പറയുന്നൊരു ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റം വെച്ച് നമുക്ക് പല മോഡുകളിലേക്ക് വണ്ടി ചേഞ്ച് ചെയ്യാം. ബേസിക്കലി അത് സംഭവം ഇത്രേ ഉള്ളൂ. നമ്മുടെ വെഹിക്കിൾസ് എല്ലാം സെൻസേഴ്സാണ്, കേബിൾസ് എല്ലാം ആക്ച്വലി ഈസി വെച്ചിട്ടാണ്, എഞ്ചിൻ കൺട്രോൾ യൂണിറ്റ് വെച്ചിട്ടാണല്ലോ ഇപ്പോഴത്തെ വണ്ടികളൊക്കെ വർക്ക് ചെയ്യുന്നത്. ഇതിൽ കൺട്രോൾ ചെയ്യുന്ന ഓരോ സ്വിച്ചസും ആ സെൻസേഴ്സിന്റെ കൺട്രോൾസ് ആണ്. ആക്ച്വലി ഇൻഡിക്കേറ്റർ ആയിക്കോട്ടെ, വൈപ്പേഴ്സ് ആയിക്കോട്ടെ, ആക്സിലേറ്റർ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ECUവിലേക്കാണ് സിഗ്നൽ കൊടുക്കുന്നത്. അപ്പോൾ ECU വഴിയാണ് ഇവൻ ഫ്യൂലിന്റെ പമ്പിങ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. മീൻസ് ആക്സിലേഷൻ നമ്മൾ കൂടുതൽ കൊടുക്കുമ്പോൾ ആ കോഡിങ് അവിടെ ചെല്ലുകയും അതനുസരിച്ച് ഫ്യൂൽ പമ്പ് ചെയ്യുക, അതനുസരിച്ച് വണ്ടി സ്പീഡ് കൂടുകയും കുറയുകയും ബ്രേക്കും എല്ലാ ആപ്ലിക്കേഷൻസ് അങ്ങനെ നടക്കുക. അപ്പം ഈ ഡിവൈസ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു റോങ് കോഡിങ് ആക്സിലേറ്ററിൻ്റെ കീഴിൽ ഇതിൻ്റെ ഒരു യൂണിറ്റ് വെച്ചിട്ട് നമ്മൾ ആക്സിലേറ്റർ ചെയ്യുമ്പോഴത്തേനും ആ ഡിവൈസാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഒരു റോങ് കോഡിങ് ECUവിലേക്ക് പോയിട്ട് ഇതിൻ്റെ പവർ മോഡുകൾ ചേഞ്ച് ആവുക. അപ്പം ഇതിനകത്ത് ഏകദേശം 9ഓളം മോഡുകളുണ്ട്. വാലറ്റ്, ലേണർ, എക്കണോമി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നോർമലി ഉള്ള പവറിനേക്കാളും താഴെ ആയിരിക്കും, നല്ല മൈലേജ് ആയിരിക്കും. നോർമൽ എന്ന് പറയുമ്പോൾ നമ്മൾ വണ്ടി വരുന്ന അതേ പവറിലായിരിക്കും, അതേ RPMലായിരിക്കും. അതിനകത്ത് തന്നെ പിന്നെ ബൂസ്റ്റ് ഉണ്ട്, ബൂസ്റ്റ് പ്ലസ് ഉണ്ട്. ബൂസ്റ്റ് പ്ലസ് ഒക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, അതിനകത്ത് തന്നെ പല മോഡ്സാണ്. 1, 2, 3, 4 അപ് ടു 9 മോഡ്സ് വരെ വണ്ടിക്ക് ഓടിക്കാം. അതനുസരിച്ച് പവർ കൂടുക. അതുപോലെ റേസ് ഉണ്ട്, അതുപോലെ ഡ്രാഗ് റേസ് ഉണ്ട്, AA ഉണ്ട്, റാലി ഉണ്ട്. റാലി മോഡൊക്കെ ഇട്ടിട്ട് ആക്സിലേറ്റർ ഒന്ന് കാല് വെച്ച് കഴിഞ്ഞാൽ വണ്ടി അങ്ങ് തെറിക്കുന്ന ഫീലായിരിക്കും. ഓഫ് റോഡ് മോഡുണ്ട്. ഇത് എല്ലാ മോഡുകളിലേക്കും നമ്മൾ വണ്ടി ചേഞ്ച് ആകും. അപ്പോൾ ഞാൻ റണ്ണിങ്ങിൽ അതിൻ്റെ RPMs എല്ലാം ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ. അപ്പോൾ ഐഫോണിൽ ആപ്പ് സ്റ്റോറിൽ നമുക്ക് ഗോഡ് ബൂസ്റ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും, ഗോഡ് ബൂസ്റ്റ്. ഇതാണ് ഇതിൻ്റെ കൺട്രോൾസ്. നമുക്ക് ടാപ്പ് ടു ലോക്ക്, വാലറ്റ്, ലേണർ, എക്കണോമി, നോർമൽ, ബൂസ്റ്റ് പ്ലസ്, റേസ്, ഡ്രാഗ് റേസ്, AA ഡ്രൈവ്, റാലി, ഓഫ് റോഡ്, ഇത്രയും മോഡ്സാണ് ഉള്ളത്. 11 മോഡ്സ് ഉണ്ട്. ഇതിനകത്ത് മറ്റൊരു കാര്യം, ഓരോ മോഡിലും നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റാലി എടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടോ, 1, 2, 3 അങ്ങനെ വന്നൊരു 9 ലെവൽസ് ഉണ്ട്. അപ്പം ഏകദേശം അബൌട്ട് 90+ ഡിഫറെൻറ്റ് മോഡ്സിൽ ഈ വണ്ടിയെ കൺട്രോൾ ചെയ്യാം. ലേണർ എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി ലോ പവർ ആയിരിക്കും, എക്കണോമി ആയിരിക്കും. നോർമൽ എന്ന് പറയുന്ന വണ്ടി വരുന്ന സ്റ്റോക്ക് കണ്ടീഷനിലേക്ക് ഇപ്പോൾ മാറി. അപ്പം വണ്ടിയിൽ കൊടുത്തിരിക്കുന്ന ഡിവൈസ് ഇവിടെയാണ്, സ്റ്റിയറിംഗിൻ്റെ അടിയിലാണ്. അത് കേബിൾ ത്രൂ ആണ് ബാക്കി ആക്സിലേറ്ററിൻ്റെ ബോട്ടത്തിലേക്ക് അതിൻ്റെ കൺട്രോൾ പോയിരിക്കുന്നത്. നമുക്ക് നോർമലി ഇട്ടിട്ട് വണ്ടി ഒന്ന് എടുത്ത് നോക്കാം. ഇപ്പം നോർമൽ മോഡിലാണ് വണ്ടി ഇട്ടിരിക്കുന്നത്. ഇപ്പം RPMും സ്പീഡും ഒന്ന് നോക്കിയാൽ മതി കമ്പാരിസൺ. ഇപ്പം 2000 RPMൽ 20, 40. അടുത്ത മോഡൽ നോക്കാം. ബൂസ്റ്റ് പ്ലസ് ഒരു 9 നോക്കാം, ലെവൽ 9 നോക്കാം. ഉണ്ടോ, RPM കയറി പോകുന്നുണ്ടോ? 3000 RPMലേക്ക് വണ്ടി കയറി.
ഇതാണ് അതിൻ്റെ വ്യത്യാസം. അതുപോലെ റേസ് മോഡിലേക്ക് ഇട്ട് നമുക്ക് നോക്കാം. റേസ് മോഡ് ഒരു 9 RPM സ്പീഡൂടെ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഓരോ മോഡിലെ നോക്കിക്കണം. ഉണ്ടോ? RPM 3500 എത്തി. വിതിൻ സെക്കൻഡ്സ് ആണ് 0 to 100 വണ്ടി കയറുന്നത്. 80, 90, 100 എത്തി. ഓൾമോസ്റ്റ് 5-6 സെക്കൻഡ്സിൽ 0 to 100 എത്തി. അടുത്ത മോഡ് ഡ്രാഗ് റേസ് നോക്കാം. 3000 RPM ചെല്ലുന്നില്ല. അടുത്ത മോഡ് A ആണ്. ഞാൻ യൂഷ്വലി എപ്പോഴും ഡ്രൈവ് ചെയ്യുന്നൊരു മോഡാണ്. ഇതിന് വേറെ ലെവൽസ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ഒറ്റ മോഡേ ഉള്ളൂ. ഇതിട്ട് കഴിഞ്ഞാൽ നോർമൽ ഡ്രൈവാണ്. ബട്ട് നമുക്ക് ലോ RPM വണ്ടി സ്പീഡ് കയറും. ഒരു 80, 100 നല്ലപോലെ ക്രൂസ് ചെയ്ത് ഓടിക്കാൻ പറ്റിയ, നമുക്ക് എപ്പോഴും നല്ല ത്രില്ലിംഗ് ആയിട്ട് തോന്നുന്ന ഒരു ഹൈവേ ക്രൂസിന് പറ്റിയ ഒരു മോഡാണ്. ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുന്നത് AA മോഡാണ്. പിന്നെ അടുത്തത് ഒരു ഹെക്ടിക് മോഡാണ് റാലി. ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല എക്സ്പേർട്സിന് അല്ലെങ്കിൽ ഇതിനകത്ത് നല്ലപോലെ ഓടിച്ച് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ മാത്രമേ റാലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ക്യാമറമാൻ പിടിച്ചിരുന്നോണം. ലെവൽ 9 RPM കയറുന്നുണ്ടോണം. വണ്ടിയുടെ ഫ്രണ്ട് അങ്ങ് പൊങ്ങി പോവുക. RPM നേരെ പോയി ഹിറ്റ് ചെയ്തത് 4 വണ്ടി 100 ഓൾമോസ്റ്റ് 5 സെക്കൻഡ്സിൽ വണ്ടി 100 ഹിറ്റ് ചെയ്തു. അത് നേരെ റെഡ് ലൈനാണ്. RPM നേരെ കാല് വെക്കുമ്പോഴാണ് റെഡ് ലൈനിലേക്കാണ് റാലി കൊടുക്കുമ്പോൾ പോവാം. അപ്പോൾ എനിവേ ഇതൊക്കെയാണ് വണ്ടിയിൽ സിക്കിം ട്രിപ്പിന് വേണ്ടിയിട്ട് ചെയ്ത കുറച്ച് അപ്ഗ്രേഡേഷൻസ്. അപ്പോൾ ഗേസ് കൺക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ നാളെ മുതൽ ഞങ്ങളുടെ കണ്ടിന്യൂസ് വ്ളോഗിങ് ഉണ്ടാവും. അതായത് പോകുന്ന വഴിയിലെ ഹൈവേസ് ആണ്, പ്രത്യേകിച്ച് പോകുന്ന റോഡിലെ കാഴ്ചകൾ, അവിടുത്തെ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്, ഫുഡ്, ആളുകൾ, വില്ലേജ് എക്സ്പീരിയൻസസ്, പിന്നെ ആളുകളൊക്കെ ആയിട്ടുള്ള മിങ്കിൾ ചെയ്തുള്ള കാര്യങ്ങൾ, പുതിയ പുതിയ കാഴ്ചകളാണ്. അതെല്ലാം ഞങ്ങൾ ബ്ലോഗിൽ ഡെയിലി 1-2-3 അപ്ഡേറ്റ്സ് വരും. പിന്നെ മെയിനായിട്ട് ഞങ്ങൾ യാത്രയിൽ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ്, കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു ഇന്ത്യ യാത്ര ചെയ്തിരിക്കണം പറ്റുന്നതും ആളുകൾ. അപ്പം ആ സമയങ്ങളിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസൊക്കെ എന്തൊക്കെയാണ്, നമ്മൾ ഡിഫിക്കൽട്ടീസ്, ചാലഞ്ചസ്, അതൊക്കെ എല്ലാം ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞങ്ങൾ ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ, അതുപോലെ യൂട്യൂബിൽ സെബി ദ ഇന്ത്യൻ വോയേജർ എന്നാണ് പേജിൻ്റെ പേര്. എല്ലാവരും ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്. എല്ലാവർക്കും നല്ലൊരു യാത്ര മംഗളങ്ങൾ നേരുന്നു. എല്ലാവരും യാത്ര ചെയ്യുക. താങ്ക് യു സോ മച്ച്.